അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഞാനൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നലെ ഞാൻ ലൈവ് ഇട്ട സമയത്ത് കണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ഫസ്റ്റ് പറഞ്ഞു, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ രണ്ടാമതും കോങ്കണ്ണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണിന് പ്രശ്നമാണെന്നും കാഴ്ചക്കുറവാണ്. കോങ്കണ്ണല്ല, അത് കാഴ്ചക്കുറവായിട്ട് വന്നതാണ്. എൻ്റെ ആ കണ്ണ് നരമ്പ് ചതഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് കാഴ്ച കിട്ടുന്നില്ല തീരെ. 20% മാത്രം മങ്ങിയ കാഴ്ച മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ അത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്യാഷൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അതിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിനില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? ഒരാളെ ഇങ്ങനെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കിട്ടാൻ പോകുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ട് ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ പോവാറില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് കണ്ണിന് അങ്ങനെയാണ്, വലത് കണ്ണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ ഈ പോരായ്മകൾ ഞാൻ പറയാറുണ്ട്. ഇതൊന്നും നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വൈകല്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ല. നമുക്ക് പടച്ചോൻ തരുന്നതാണ്, അത് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വൈകല്യം അല്ല എൻ്റെ കണ്ണിൻ്റെ ഈ പ്രശ്നം. എൻ്റെ കണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു കണ്ണ് എങ്ങനെയാണെന്നും ഒരു കണ്ണ് എങ്ങനെയാണുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഞാൻ തന്നെ ഒരു ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ ആളുകൾ കൂടിയ സ്ഥലത്തോ ഞാൻ തന്നെ പറയും, എൻ്റെ കണ്ണിന് പ്രശ്നം കേട്ടോ, എന്നെ നെഗറ്റീവ് അടിക്കണ്ട കേട്ടോ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. അതെന്താ വെച്ചാൽ പിന്നീട് അവർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പോരായ്മകൾ കുത്തി അവർ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുള്ളത് അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, ഓക്കെ? അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ജനിച്ചു പോയില്ലേ ദുനിയാവില്ലേ, അപ്പം നമുക്കത് ജീവിച്ചല്ലേ പറ്റൂ, ജീവിച്ച് തീർത്തേ പറ്റൂ. നമ്മൾ ആത്മഹത്യ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിൽ നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈഫൊന്ന് ഒളിച്ചോടി എന്ന് വെച്ചിട്ട് നമ്മുടെ വേദനകൾ മാത്രമേ ഇല്ലാണ്ടാവുന്നു. പക്ഷെ അവിടെയും വേറൊരു ജീവിതമുണ്ട്. ഇതിനേക്കാൾ കഷ്ടമായിരിക്കും ചിലപ്പോൾ അവിടെയുള്ള ജീവിതം. അപ്പം മനഃപൂർവ്വം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഇപ്പോൾ വേറൊരു കുട്ടീൻ്റെ പോസ്റ്റ് കണ്ടു, ജീവിക്കാൻ അനുവദിക്കുന്നില്ല, കുറ്റം പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ആരെയും, എന്നെ മാത്രമല്ല ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. ഇന്നലെ ഇപ്പോൾ ഒരു പ്രവാസിയൊക്കെ ഉണ്ട്, എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവരെ ലൈവിൽ ഞാൻ പോയപ്പം ഒരു മുസ്ലിം പേരുള്ള ഒരു ചെങ്ങായി വന്നിട്ട് വെറുതെ ആ കാക്ക ഒന്നും പറയുന്നില്ല. പക്ഷെ എന്തൊക്കെ അനാവശ്യ വാക്കുകളാണ് ആ പാപത്തിന് വെടിക്കുന്നത്. കേൾക്കുമ്പം വല്ലാത്ത സങ്കടം തോന്നി. എന്താ ചെയ്യാന്ന് വെച്ചാൽ ആരും പരസ്പരം ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ പറയുന്നു എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന പോലെ കോങ്കണ്ണോ അല്ലെങ്കിൽ മറ്റേ കണ്ണോ ഒന്നും അല്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ മനസ്സിലാക്കി കുറേ ഫ്രണ്ട്സ് എനിക്ക് യൂട്യൂബിൽ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ്. അപ്പം അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണെന്ന്, എൻ്റെ മനസ്സെന്താണെന്ന് അറിയാം. ഈ കണ്ണിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, എനിക്ക് ഈ ലൈഫിൽ വെച്ചാൽ എവിടെ നിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു, എൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു
ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി. അപ്പോൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പറ്റ ആളുകളുണ്ട്, മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ കൈയടിച്ചിട്ട് ചിരിച്ച് കളിയാക്കി ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടല്ല കേട്ടോ ഈ മെസ്സേജ്. അപ്പം പരസ്പരം എന്താക്കി, എന്നെ മാത്രമല്ല കേട്ടോ, എന്നെ മാത്രമല്ല നിങ്ങൾ, ഞാൻ പൊതുവെയാണ് പറയുന്നത്. ആരെയും നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാണ്ടിരിക്കും. കാരണം ഈ ചെറിയൊരു ജീവിതയാത്രയിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ തരം താഴ്ത്തിയും അവരുടെ വൈകല്യങ്ങളെ വെറുതെ പിടിച്ചു പറഞ്ഞിട്ടു പബ്ലിക്കിൽ എന്തിനാണ് അവരിങ്ങനെ വേദനിപ്പിക്കുന്നത്? അപ്പം പ്ലീസ് ആരും ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക. ഇന്നലെ ഒരുപാട് സങ്കടം തോന്നി. എന്നോട് നന്നായി സംസാരിക്കുന്ന നല്ല ഒരുപാട് ആളുകളുണ്ട് ലൈവിൽ വരുന്നത്. അവരുടെ അടുത്ത് പോലും സംസാരിക്കാൻ പറ്റാതെ ആ ലൈവിലിരുന്ന് എനിക്ക് കരയേണ്ടി വന്നു. അപ്പം എൻ്റെ മനസ്സങ്ങനെയാണ്. ഞാൻ ബോൾഡായിട്ട് ചിന്തിച്ച് ബോൾഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് അടിക്കുമ്പോൾ അവരുടെ മുൻപിൽ നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഇന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഓരോരോ വിഷമങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാണ്. അതാർക്കും ഇഷ്ടാവില്ല. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും മാത്രമാണ് ഇഷ്ടം വരുന്നത്. അതുകൊണ്ട് പ്ലീസ് ദയവ് വിചാരിച്ചിട്ട് ഇനി ആരും ലൈവിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് കോങ്കണ്ണാണ്, നിങ്ങൾ കാണാൻ മനസ്സില്ല, നിങ്ങൾക്ക് വലത് കണ്ണിന് പ്രശ്നമാണ്, അങ്ങനെ നെഗറ്റീവുകൾ പറയാതിരിക്കുക. ഞാൻ ആരെ ലൈവിലോ അല്ലെങ്കിൽ ആരെ വീഡിയോസിലും പോയിട്ട് അവരെ പറ്റിയൊരു മോശമായിട്ടൊരു വാക്കോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതുവരെ എനിക്ക് 31 വയസ്സായി, പക്ഷേ ഈ ലൈഫിനടുത്ത് ഞാൻ ഇതുവരെ ആരെയും വേദനിപ്പിച്ചില്ല. പക്ഷേ പഠിച്ചോൻ എന്നെ വേദനിപ്പിക്കുന്നത് പഠിച്ചോന് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ തളരില്ല, എന്ത് വന്നാലും തളരില്ല കേട്ടോ, മുന്നോട്ട് തന്നെ പോകും. കാരണം എനിക്കും ജീവിക്കണം, എൻ്റെ മക്കളെയും എൻ്റെ ഹസ്ബൻഡിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്കും അവരുടെ കൂടെ ജീവിക്കണം. പഠിച്ചവൻ എന്നാണോ നമ്മളെ വിളിക്കുന്നത് ഈ ഒരു കാലം വരെ നമുക്ക് ജീവിച്ചേ പറ്റും. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നിയിട്ടോ, അത്രയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. അപ്പം ആ ലൈവിലുണ്ടായിരുന്നവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. ഞാൻ പറയാതെ അവിടുന്ന് ലൈവ് കട്ട് ചെയ്ത് പോയതിൻ്റെ പേരിൽ. അപ്പം ഈ ഒരു കാര്യം തന്നെയാണ്, എൻ്റെ കാര്യമല്ല, പൊതുവെയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനിയെങ്കിലും ആരെയും പരസ്പരം ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാണ്ടിരിക്കുക. ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക, അപേക്ഷയാണ്. ഓക്കെ, അത് എത്രത്തോളം അവനെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ വന്നിട്ട് പൊതുവേദിയിൽ വന്നിട്ട് നിങ്ങളിങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ കുറവുകളുണ്ടെന്ന് ഒരാൾ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു. ഓക്കെ, അത്രമാത്രം. ഓക്കെ, ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ബൈ.